കൊല്ലത്ത് എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ബിരിയാണി സ്പോട്ടാണ് ഈ ഒരു മദിരാസി ബിരിയാണി റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അവരുടെ ബിരിയാണി മേക്കിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ അവരുടെ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി, ഒരു തമിഴ്നാട് സ്റ്റൈല്, അതുപോലെ തന്നെ ഒരു മലബാറി കൊളാബറേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ആ ഒരു സ്പേസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അവർ വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത, വളരെ വളരെ മനോഹരമായിട്ട് തന്നെ നല്ല കോസി ആയിട്ടുള്ള സീറ്റുകളും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്യാൻ അവർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. വളരെ ഒരു കംഫർട്ടബിൾ പ്ലേസ് തന്നെയാണ്. റിലാക്സിങ് ആയിട്ടുള്ള ഫാമിലി ഗ്യാതറിങ്ങിനും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഗ്യാതറിങ്ങിനൊക്കെ വരുന്ന ഒരു നല്ലൊരു ബിരിയാണി കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചി ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന. ഞങ്ങളവിടെ കഴിച്ചത് അവരുടെ ഒരു ട്രഡീഷണൽ ബിരിയാണി, അതുപോലെ തന്നെ ഒരു 65 ബിരിയാണിയാണ് കഴിച്ചത്, ചിക്കൻ 65. അപ്പോൾ അത് വളരെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെ ആയിരുന്നു. ചിക്കനൊക്കെ ഫൈനലി കുക്ക്ഡ് ആയിരുന്നു. ലോങ് റൈസാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി തോന്നിയെന്ന് പറയുന്നത് ഒരു മലബാർ അല്ലെങ്കിൽ ഒരു തമിഴ്നാട് ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ശൈലി. ഈ ഡിണ്ടിഗൽ ബിരിയാണിയുടെയൊക്കെ കുറേ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ആരോമയൊക്കെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ അവർ അതിനകത്ത് എഗ്ഗ് സാധാരണ ഞാൻ കാണാറില്ല, അപ്പോൾ എഗ്ഗ് കണ്ടിരുന്നു. നല്ലൊരിതായിരുന്നു. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി, വളരെ കോസി ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു റിലാക്സിങ് ആയിട്ട് ഇരുന്ന് കഴിക്കാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. അത് തന്നെ എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ് അവരുടെ ഒരു സർവീസ്. അവർ വന്ന് പേഴ്സണലായിട്ട് അത് അന്വേഷിക്കുന്നുണ്ട്, അവരുടെ ഫീഡ്ബാക്ക്സ് എടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു ഇതായിട്ട് തോന്നി. വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു നല്ല ബിരിയാണി കഴിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ബൈ.